PM ശ്രീക്ക് പിറകെ കേരയിൽ പദ്ധതിയിലും കേന്ദ്രത്തിന് വഴങ്ങാൻ തന്നെയാണ് കേരളം പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരയിൽ പുതിയ മാർഗത്തിലേക്ക് മാറേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പദ്ധതിക്ക് പുതിയ സമീപനം സ്വീകരിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പദ്ധതിക്ക് പണം തടസ്സമായിരുന്നില്ലെന്നും കേന്ദ്ര അംഗീകാരം മാത്രമായിരുന്നു വിഷയമെന്നും MV ഗോവിന്ദൻ പറയുന്നു. കണ്ണൂരിലെ CPMന്റെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനിടെയായിരുന്നു MV ഗോവിന്ദന്റെ പ്രസ്താവന. കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോയപ്പോൾ പലരും പറഞ്ഞു എവിടെ നിന്ന് നിങ്ങൾക്ക് പണം. അന്ന് സഖാവ് പിണറായി പറഞ്ഞു പണം കേരളത്തിനൊരു പ്രശ്നമല്ല, പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. പുതിയ മാർഗം നമുക്ക് കണ്ടെത്തേണ്ടി വരും. കേരളത്തിന് 10-50 വർഷക്കാലത്തെ വികസനം കണ്ടുകൊണ്ടാണ് കേരളയിൽ അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പുതിയ സമീപനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങൾ നൽകും. ബിജീഷ്, പണം പ്രശ്നമായിരുന്നില്ല എന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് MV ഗോവിന്ദൻ. പക്ഷേ കേന്ദ്രാംഗീകാരമായിരുന്നു തടസ്സമായി നിന്നിരുന്നത്. കേന്ദ്രത്തിന്റെ അംഗീകാരം കിട്ടണമായിരുന്നുവെങ്കിൽ കേന്ദ്രം പറയുന്നത് പോലെയുള്ള ഒരു പദ്ധതിയായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെയല്ല, സംസ്ഥാനത്തിന്റെ നിലപാടാണ് പ്രധാനം എന്ന രീതിയിൽ CPM സർക്കാരും നിന്നു. ഇപ്പോൾ കേന്ദ്രം പറയുന്നത് പോലെയുള്ള ഒരു പദ്ധതിക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലേക്ക് സർക്കാർ എത്തുന്നു. അത് MV ഗോവിന്ദന്റെ പ്രസംഗം മാത്രമായിട്ട് കണ്ടാൽ മതിയോ? അങ്ങനെ തത്വത്തിലൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ടോ? ഇത് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ ഒരു പ്രസംഗം മാത്രമല്ല. കാരണം സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറയുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഈ പ്രസംഗത്തിലുള്ള പ്രധാന ഭാഗം. അതിനകത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞാണ് ഇത്തരത്തിൽ കേരയിൽ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. സംസ്ഥാനത്തിന്റെ 50 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിനുവേണ്ടി സമർപ്പിച്ച പദ്ധതി പക്ഷേ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല. ആ അനുമതി നൽകാത്തത് കൊണ്ട് മാത്രമാണ് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നിലവിൽ അതിന്റെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നത്. അതിന് പരിഹാരമുണ്ടാകണം. സംസ്ഥാനത്തിന്റെ വികസനം മുന്നോട്ട് പോകണമെങ്കിൽ ആ പദ്ധതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ താല്പര്യപ്പെടുന്നത് എന്ന് കൃത്യമായി MV ഗോവിന്ദൻ തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക. നേരത്തെ മെട്രോമാൻ ശ്രീധരൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ ചർച്ച നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഒരു പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞത് ഈ പദ്ധതിക്ക് താൻ സമർപ്പിച്ചിരിക്കുന്ന പദ്ധതിക്ക് മുഖ്യമന്ത്രിക്ക് അടക്കം താല്പര്യമുള്ളതാണ്. അത് നടപ്പാക്കുകയാണ്. കേരളത്തിന്റെ പാരിസ്ഥിതിക വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നമുക്ക് താല്പര്യപ്പെടുക എന്നും ശ്രീധരൻ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ ഇത്തരത്തിൽ പദ്ധതിക്ക് മാറ്റം വരുത്തും എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകിൽ ശ്രീധരന്റെ പദ്ധതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷേ അതിന്റെ അകത്ത് ഒരു വ്യക്തത വരണം. ശ്രീധരന്റെ പദ്ധതിക്കാണോ സംസ്ഥാന സർക്കാർ താല്പര്യപ്പെടുന്നത്, അതല്ല നിലവിലുള്ള കേരളയിൽ മാറ്റുമ്പോൾ പുതിയൊരു പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ മനസ്സിലുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ CPM-ഉം വേണം നയം വ്യക്തമാക്കേണ്ടി വരിക. ശരി, എന്തായാലും കേരളത്തിന്റെ കാര്യത്തിൽ വേഗത്തിൽ ഒരു കേന്ദ്രാംഗീകാരത്തോടു കൂടിയുള്ള പദ്ധതിയാണെങ്കിൽ കൂടിയും ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയാണെങ്കിൽ കൂടി വേഗത്തിൽ അതുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല, പ്രത്യേകിച്ചും ഈ സർക്കാരിന്റെ ടേം കഴിയാറായ ഒരു അവസ്ഥയിലും. അതെ, അപ്പൊ എന്തായാലും നിലപാട് മാറ്റം അത് സംസ്ഥാനത്തേക്ക് അത് പദ്ധതിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം പ്രാവർത്തികമായി നടക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയാം. പക്ഷെ അതിന് ഏറ്റവും പ്രധാനം നിലപാട് മാറി എന്നുള്ള